അക്സർ പട്ടേലും റൺസിന് പോകുന്നു. ലോങ് ഓണിലൂടെ അക്സർ പട്ടേലിനെയും അടിക്കുന്നു. 4 ഇത്തവണ ആരാ സൈഫേർട്ടിൻ്റെ ബാറ്റിൽ നിന്നാണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും രണ്ടുപേരും മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡ് നല്ലൊരു സ്റ്റാർട്ട്. ഇന്ത്യ 6 ഓവർ പൂർത്തിയാക്കിയപ്പോൾ കൊടുത്തത് 92 റൺസാണ്. ഇത്തവണ ഫിന്നലൻ്റെ ബാറ്റിൽ നിന്നാണ് 4 വരുന്നത്. 6 ഓവറിൽ നിന്നും 92 റൺസാണ് ഇന്ത്യ പവർ പ്ലേയിൽ അടിച്ചെടുത്തതെങ്കിൽ ന്യൂസിലൻഡും അതുപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ആ രീതിയിൽ തന്നെ ഉള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. എന്തായാലും 15 പന്തിൽ നിന്നും 31 റൺസ് ഉള്ള രീതിയിൽ ന്യൂസിലൻഡ് എത്തി നിൽക്കുകയാണ്. 17.3 ഓവറിൽ 225 റൺസിലേക്ക് എത്തി നിൽക്കുന്നു. ഞാൻ ഒന്ന് ടോസ് ചെയ്യണം ആജ്ഞയിലേക്ക്. ആജ്ഞ സ്വാഭാവികമായിട്ട് അവിടെയുള്ള കാണികൾ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ അതിൻ്റേതായ ടെൻഷനിലായിരിക്കും. കാരണം ഫിന്നലൻഡ് പുറത്താവുന്നു. ഇന്ത്യക്ക് ആദ്യത്തെ വിക്കറ്റ് കിട്ടുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഇത്തവണ അക്സർ പട്ടേലിനെ കൊണ്ടുവരികയാണ്. ആ ബൗളിംഗ് ചേഞ്ച് നിർണായകമായി മാറുന്ന കാഴ്ച. പേസ് ബൗളേഴ്സിൽ നിന്നും ഹാർദിക് പാണ്ഡ്യ 21 റൺ വഴങ്ങുമ്പോൾ ഓവർ കോൺഫിഡൻസ് ആയി കളിക്കുന്ന ഫിന്നലൻ എന്ന ബാറ്റർ കഴിഞ്ഞ മത്സരത്തിൽ 33 പന്തിൽ നിന്നും സെഞ്ചുറി അടിച്ച ഫിന്നലനെ പുറത്താക്കുന്നു അക്സർ പട്ടേൽ. കൃത്യമായി ലോങ് ഓണിലൂടെയായിരുന്നു കഴിഞ്ഞ തവണ ബൗണ്ടറി അടിച്ചത്. അതേ ഏരിയയിൽ ഇത്തവണ ഏരിയലായിട്ട് പോകാൻ ശ്രമിച്ചു. തിലക് വർമ്മ കാണാൻ നിൽക്കുകയല്ല. ആ ക്യാച്ച് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുന്നു തിലക് വർമ്മ. എന്തായാലും ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു ന്യൂസിലൻഡിന്. 31 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു. അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണെന്ന് ക്യാപ്റ്റൻ അറിയാം. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്നു. എന്നാൽ 2.4 ഓവറിൽ നിന്ന് തന്നെ ആദ്യത്തെ വിക്കറ്റ് എടുക്കുമ്പോഴേക്കും ഫിന്നലൻ നഷ്ടമാകുന്നു ന്യൂസിലൻഡിന്. ബൗൾ ബൈ അക്സർ പട്ടേൽ, കോട്ട് ബൈ തിലക് വർമ്മ. ആജ്ഞ എങ്ങനെയുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ? എന്തായാലും ഫിന്നലൻ പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ ആഘോഷിക്കും. ബിക്കോസ് ഒരു വലിയ കൂട്ടുകെട്ടാണ് ഹരി പറഞ്ഞതുപോലെ ഇപ്പൊ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിരുന്നതുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഫിന്നലൻ പുറത്താവുന്നതോടുകൂടി ആദ്യത്തെ വിക്കറ്റ് വേണ്ടിയിരിക്കുകയാണ്. ഹരി, നമുക്ക് കുറച്ചുകൂടി മറ്റാരിലേക്കും പോകാം. ഫിന്നലൻ പുറത്തായിരിക്കുകയാണ്. എന്താണ് പ്രതികരണം? ഈ ഒരു കൂട്ടുകെട്ട് ബ്രേക്ക് ആയല്ലോ. അതെ ഇത് ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ലാസ്റ്റ് സെമിഫൈനലിൽ കണ്ടില്ല ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം. അപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ നമ്മൾ ജയിക്കും. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലില്ല എല്ലാം കറക്റ്റാണ്. മീൻസ് ബോളേഴ്സിനെ ഇട്ടിലും ഇറക്കിയതും പിന്നെ ഓപ്പണർ ഇപ്പം സഞ്ജുവിനെ ഇറക്കിയാലും ആസിഫ് എല്ലാം വർക്കൗട്ടായി. അപ്പം എന്തായാലും ജയിക്കണം. വേറെ എവിടെ പോകാനാണ്? തീരുമാനം തെറ്റാണ് എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യയാണല്ലോ ഇന്ത്യ തെരഞ്ഞെടുത്തത് തെറ്റാണ്, ന്യൂസിലൻഡിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്കാണ്. അങ്ങനെ ഇല്ലില്ല, അങ്ങനെ തെറ്റായ തീരുമാനം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഐ മീൻ ഏത് സൈഡാണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയാലും നമുക്ക് നല്ലൊരു ടീമുണ്ട്. ഫസ്റ്റ് ബോളിംഗ് ചെയ്താലും നമുക്കൊരു നല്ല ടീമുണ്ട്. അപ്പോൾ ആ ടീമിലാണ് പ്രതീക്ഷ. അല്ലാതെ ഇപ്പം ഏത് സൈഡ് വന്നാലും നമുക്ക് ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ആ ഒരു സ്ട്രോങ് ടീമുള്ള കാരണം അതൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഓവറിൽ ആ കംബാക്ക് വന്നത് അടിപൊളിയായി. അപ്പം നല്ലൊരു ടോട്ടൽ എത്തിച്ചു. എന്തായാലും ഇനിയിപ്പോൾ ബോളിംഗ് നോക്കട്ടെ. പ്രതീക്ഷിക്കുന്നു നല്ലൊരു മാച്ചായിരിക്കും പ്രതീക്ഷിക്കുന്നു. മാച്ചായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹരി. കാരണം ഈ പറഞ്ഞതുപോലെ ഇവരുടെ കിവീസിന്റെ ക്യാപ്റ്റന്റെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള ഒരു തോന്നലില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേസ് ബോളർമാരെ അടിച്ചു നിലംപരിശാക്കുന്ന കാഴ്ചയായിരുന്നല്ലോ ഇന്ത്യ മുന്നോട്ട് വെച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.